ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പം റമദാനൊക്കെ ആയിട്ട് ഇഫ്താർ വെച്ചിട്ടില്ലേ എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ ഇഫ്താർ ആയിട്ടുണ്ട് കേട്ടോ. നമ്മള് ക്ലാസ്സിലെ പിള്ളേരെല്ലാവരും കൂടി ഇഫ്താർ നടത്താൻ പോവാണ്. അങ്ങനെ നമ്മളിപ്പോ ധൃതി പിടിച്ച് പോകുന്ന എങ്ങോട്ടാ വെച്ചാല് 11 മണിയാകുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് എത്തണം എന്ന് പറഞ്ഞ എന്നുവെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വീടെടുത്ത് താമസിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ നിന്നാണ് നടത്തുന്നത്. അപ്പം ഫുഡൊക്കെ നമ്മൾ തന്നെ മേക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ 11 മണിക്ക് പറഞ്ഞിട്ട് നമ്മളിത് 2 മണിക്കാണ് എത്തുന്നത് കേട്ടോ. അപ്പൊ എത്തിയപ്പോ നമ്മുടെ ക്ലാസ്സിലെ ചെക്കനാണ് കേട്ടോ, ബംഗാളിയാന്ന് തെറ്റിദ്ധരിക്കരുതാരും. അങ്ങനെ ഇലയൊക്കെ പറിച്ചവൻ വരുന്നുണ്ട്. അവിടെ എത്തിയ അറിയാ എന്താവും, ചീത്ത കേക്കോ, ലേറ്റ് ആയതിന് വല്ലതും പറയുമെന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ പോയത്. പിന്നെ ഏകദേശം ആ ഒരു ടൈം ആയപ്പോഴാണ് എല്ലാവരും എത്തിയത്. ഞങ്ങൾ എത്തുന്നതിന്റെ കുറച്ച് മുന്നൊക്കെ ആയിട്ടാണ് എല്ലാവരും എത്തിയത്. അങ്ങനെ നമ്മളവിടെ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാണ്. ഞാൻ എന്തായാലും അവരുടെ വീടൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഈ ഏരിയയില് ഇങ്ങനെയൊക്കെ വീടാണ്, ഇങ്ങനത്തെ വീടൊക്കെ കിട്ടുള്ളൂ. അപ്പം പക്ഷെ നല്ല സൗകര്യമുള്ള വീടെല്ലാം കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരാണ് കേട്ടോ. കയറി ചെല്ലുമ്പം ഹാളുണ്ട്, പിന്നെന്താ 2-3 റൂം ഉണ്ടെന്ന് തോന്നുന്നു. 3 റൂം, ബാത്റൂം എല്ലാം ഉണ്ട്, അടിപൊളിയാണ്. അപ്പം കുറെ എണ്ണതാ ഇവിടെ കഥ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മളവിടെ പോയി കിച്ചണിലേക്കൊന്ന് പോയി നോക്കണല്ലോ. അങ്ങനെ ഞങ്ങളിതാ നേരെ കിച്ചണൊക്കെ ഒന്ന് പോയി കണ്ടുവരാന്ന് വിചാരിച്ചു. എന്താ അവസ്ഥ എന്നൊക്കെ നോക്കണല്ലോ. അങ്ങനെ കിച്ചണിലെത്തിയപ്പോ അരിയൊക്കെ കഴുകി വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ദേ ഇവന്മാര് കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിങ്ങും ചിക്കനൊക്കെ വെള്ളത്തിലിട്ട് അത് നോക്കാണ്. അപ്പം ഊതണ പരിപാടി അവന്മാർക്കാണ്. പിന്നെ ഇത് ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ബിരിയാണിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചിലര് ഇതാ അവിടെ ഉള്ളിയൊക്കെ വാട്ടുന്നുണ്ട്, കുറച്ച് പേര് അരി കഴുകുന്നുണ്ട്. അങ്ങനെ കുറെ പരിപാടികളിൽ ആയിരുന്നു. പിന്നെ ഉള്ളിയൊക്കെ വാട്ടി, നമ്മള് മെയിൻ ഉള്ളി വാട്ടലാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പുറത്ത് നോക്കിയപ്പോൾ 2 ഇരുന്ന് കളിക്കുന്നു അവിടെ ഒക്കെ വെച്ചിട്ട്. നമുക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണല്ലോ. സോ പിന്നെ അവള് എണീറ്റ് പോയപ്പം കുറച്ചു നേരം ഞാൻ കൂടി കളിച്ചു. ഇതൊക്കെ ചെക്കന്മാരുടെ എന്തോ അവരുടെ സേവിങ്സ് പറയുന്നത് ഇങ്ങനത്തെ ഹോട്ട് വീൽസും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ഈ ഹോട്ട് വീൽസിന്റെ വീഡിയോ അപ്പുറം ഉണ്ട്, ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എനിക്ക്. എന്തായാലും അങ്ങനെ കുറച്ചു നേരം അതൊക്കെ കളിച്ച് ഇതാട്ടോ ഞാൻ പറഞ്ഞത്. കുറെ ഒന്നുമില്ല, ഹോട്ട് വീൽസ് കുറച്ചൊക്കെ. ഇത് ആരുടെ സാമ്രാജ്യം? അതെ, ഇവന്റെ സാമ്രാജ്യമാണത്. ഓക്കെ, അവര് റൂമൊക്കെ അടിപൊളിയായിട്ട് എസ്തറ്റിക് വൈബാക്കി സെറ്റ് ചെയ്തതാണ്. അങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ അവരുടെ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഒരു റൂമും കാര്യങ്ങളൊക്കെ കണ്ടു. കുറെ നേരം ജോളിയായിട്ട് നമ്മൾ അവരുടെ കഥയും വർത്താനൊക്കെ പറഞ്ഞു. ഊരവേദനന്റെ മരുന്ന്, പല്ലുവേദന, നടുവേദന, 40 ഇത് പറ്റിക്കാനല്ലേ 40 തൈലം. അങ്ങനെ ഷെൽഫ് ടൂറും കഴിഞ്ഞു. അതിന്റെ ഇടയിലാണ് ഈ ഒരു സാധനം എന്റെ ഇടയ്ക്ക് കൈന്നപ്പെട്ടത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ടെറസിലാണ് നമ്മുടെ പരിപാടി നടത്തണം. അപ്പൊ അവിടെ നിന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. പോയി നോക്കുമ്പോ നമ്മളവിടെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കല്യാണ പെണ്ണാണത്. ഇനി അവളുടെ കല്യാണം ഉണ്ട് ഏപ്രില്. അവളെ പ്രിപ്പയർഡ് ആക്കുകയാണ് കല്യാണത്തിന് വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ പണിയൊക്കെ എടുക്കുന്നുണ്ട്. സോ അതൊക്കെ കഴിഞ്ഞ് നല്ലപോലെ അടിച്ചു വാരി ടെറസ് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇവിടെയൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ എന്നാണ് നമ്മൾ ഇഫ്താർ നടത്താൻ വെച്ചത്. ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യുമ്പം അടിപൊളിയായിരിക്കും. കഴിഞ്ഞ ഇഫ്താറിന് നമ്മൾ ഇവിടെ തന്നെ കേട്ടോ സെറ്റ് ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയി. പിന്നെ എന്റെ പരിപാടി എന്ന് വെച്ചാൽ ഫ്ലോർ കേകലായിരുന്നു. അവരടിച്ചേരി തന്നു. പിന്നെ നമ്മൾ എല്ലാവരുടെയും ഫ്ലോറൊക്കെ കേകി. ഞാൻ കേൾക്കുന്നത് ഞാൻ വീഡിയോയിൽ ഇടുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴോട്ട് പോയപ്പോ നമ്മളെ മസാലയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നോമ്പില്ലാത്തവരൊക്കെ ഉപ്പൊക്കെ നോക്കി മസാലയൊക്കെ ഉപ്പുണ്ടോന്നൊക്കെ. അങ്ങനെ നമ്മളത് ബിരിയാണിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അടിപൊളി നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിട്ടോ. പിന്നെ എന്റെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഞാനത് ബിരിയാണി ഇളക്കും പോലെ ആക്ട് ചെയ്യാൻ തോന്നുന്നുണ്ടോ? അല്ലട്ടോ, ഞാൻ ശരിക്കും ഇളക്കാൻ. എനിക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കാം. ചിലർക്ക് ആക്ടിങ് ആന്നൊക്കെ തോന്നും. അങ്ങനെ വിചാരിക്കുന്നവർക്ക് അങ്ങനെ വിചാരിക്കാം. അങ്ങനെ നമ്മളിതാ ദമ്മിടാനുള്ള പരിപാടിയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ റൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ആദ്യം തന്നെ ഈ പ്രൊസീജിയറൊന്നും നമുക്ക് വലിയ വശമില്ല, നമ്മളെല്ലാവരും കൂടി സെറ്റാക്കി. എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ ഓരോക്കെ ചെയ്യുന്നത് കണ്ടു. കാക്കൊക്കെ ബിരിയാണി വെക്കാന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അങ്ങനെ അതേ അടിയിൽ മസാല ഇട്ടു, പിന്നെ റൈസ് ഇട്ട് അങ്ങനെ ദമ്മടിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഇവിടെ ദം ബിരിയാണി എന്ന് പറയാൻ പറ്റൂല, ഈ അങ്കമാലി സ്റ്റൈൽ ബിരിയാണിയാണ്. നമ്മുടെ റൈസും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും ഇവിടെ. സോ നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്ത് നമ്മള് കുട്ടികളെല്ലാവരും കൂടി ഉണ്ടാക്കുന്നതാണ്. ബംഗാളിക്ക് പണിക്ക് നിർത്തിയാലുണ്ട് വീഡിയോ കണ്ടിട്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ നൈസായിട്ട് അവനൊന്ന് ട്രോളിട്ടോ. ഈ വ്ളോഗ് ഇറങ്ങുമ്പോൾ മിക്കവാറും അവൻ എന്നെ വല്ലതും പറയും. അങ്ങനെ നമ്മുടെ തമ്മിടൽ പരിപാടിയൊക്കെ അവസാന ഘട്ടത്തിലെത്തി.
ലാസ്റ്റ് ആണ് നമുക്ക് റൈസ് ബാക്കിയാവോ ഫുഡ് ബാക്കിയാവോ എന്നൊക്കെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഫുഡൊന്നും ബാക്കി വന്നിട്ടില്ല എന്നാണ് കേട്ടത്. അങ്ങനെ നമ്മളിതായി ഗീയൊക്കെ ഒഴിച്ച് ലാസ്റ്റ് ബിരിയാണി സെറ്റാക്കി. ഇനി അടച്ചിടുന്ന പരിപാടിയാണ്. അപ്പം കുറച്ചു നേരം അടച്ചിട്ട് ഈ കനലൊക്കെ എടുത്ത് വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ മേലെ, അതാണ് ഇനിയുള്ള ഘട്ടട്ടോ. അപ്പൊ നമ്മൾ റൈസൊക്കെ മാക്സിമം എല്ലാം വടിച്ചിട്ട് ബിരിയാണി എങ്ങനെ സക്സസ് ആയിട്ടോ. 3 പേർക്ക് കഴിഞ്ഞ പ്രാവശ്യത്ത് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി എന്ന് പറയുന്നു. കഴിഞ്ഞ ഇഫ്താറിന് ഞാൻ പോയിട്ടില്ല കേട്ടോ. അപ്പം ഈ ഇഫ്താറിന് റൈസൊക്കെ നമ്മൾ കറക്റ്റ് വേവിച്ച് കറക്റ്റ് വേവായിട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു. ഇനി അങ്ങനെ നമ്മളെ ബിരിയാണി സക്സസ്ഫുള്ളി സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൈയൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിച്ചു, അടിപൊളിയാക്കി. ഇനി അടുത്ത പരിപാടി വെച്ചാൽ കട്ട്ലറ്റ് ഉണ്ടാക്കലാണ്. കട്ട്ലറ്റ് ഒന്നും ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ട് പോലും ഇല്ല കേട്ടോ. അങ്ങനെ അതെ നമ്മൾ മുട്ടൊക്കെ എടുത്ത് മുട്ട കളക്കണ പരിപാടിയിലാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറെ ഈ മസാലയൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡിന്റെ പൗഡർ വേണം. നമ്മളിത് ഇങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ടല്ലോ, ഈ കട്ട്ലറ്റ് ഷേപ്പ് ആക്കണേ, അതിനു വേണ്ടി കുറച്ചു നേരം ഞാൻ ഹെൽപ്പ് ചെയ്തു കേട്ടോ. നമ്മളെ കട്ട്ലറ്റ് അവസാനം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി അത് പൊരിച്ചെടുക്കണം. കാരണം നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമുക്ക് ഗസ്റ്റിന് നമ്മൾ ആരാന്ന് ഞാൻ പറയണില്ല, എന്നോട് പറയരുത് പറഞ്ഞുകൊണ്ട് നമ്മൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫ്ലോപ്പായി. അങ്ങനെ പുറത്തുനിന്ന് മേടിച്ചതാട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റിലത്തെ പരിപാടി എന്ന് വെച്ചാൽ പാത്രം കൈകലാണല്ലോ. അങ്ങനെ പരിപാടിയൊക്കെ ഒരു ഏകദേശം കഴിഞ്ഞപ്പോൾ നോമ്പില്ലാത്ത കുറച്ച് പേര് അപ്പുറത്തെ വീട്ടിലെ മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമുക്ക് മാങ്ങ കിട്ടുമോ എന്നറിയാൻ വയ്യില്ല. അങ്ങനെ നമ്മൾ ആ ചേച്ചിനോടൊക്കെ ചോദിച്ച് മാങ്ങയൊക്കെ തരുമോ. അപ്പൊ ചേച്ചി പറഞ്ഞു ഓടിച്ചോളാൻ. നമുക്ക് കൊക്കയൊക്കെ തന്നു വിട്ടു. അങ്ങനെ നല്ല പച്ചമായ കുടിച്ചു, വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ ലാസ്റ്റ് പരിപാടി വെച്ചാൽ അടിച്ചു വാരി, പൊടിയും കടുകളൊക്കെ ഉണ്ടല്ലോ, അപ്പം പിള്ളേരൊക്കെ അടിച്ചു വാരി. പിന്നെ നമ്മൾ വീണ്ടും ഹോസ്റ്റലിലേക്ക് വന്നിട്ടോ. ടൈമായി 6 മണിയാകുമ്പോൾ ഒരുങ്ങി പോകണം. സോ ഞാൻ ഒരുങ്ങിയിട്ട് ഇവർ ഒരുങ്ങി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവരെ കാത്തു നിന്ന് നമ്മൾ ലേറ്റ് ആയി. അത്യാവശ്യം 6-6:30 ആവാനായി. നമ്മള് മുമ്പ് പോവാണ്. സമയം 6:30 6:30 നമ്മൾ അവിടെ ബോൾ ഇറന്നു പിള്ളേര്. അതിന്റെ ഇടയിൽ ഒരു പിള്ളേര് ബോള് പറഞ്ഞു. എന്തോ ഒരു ഭാഗ്യത്തിന് ജസ്റ്റ് മിസ്സായിട്ടോ. പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് പോണ വയ്ക്കിതേ ഇവള് കണ്ണ് ചെയ്തിട്ടില്ല, അതിന് നേരം കിട്ടില്ല. അപ്പൊ അവിടെ നമ്മളെ ഗേൾസിന്റെ വീട് അവര് വീട് എടുത്തിട്ടുണ്ട്. അവിടെ പോയി കണ്ണ് ചെയ്താൻ വേണ്ടി പോവാണ്. എല്ലാവരും ഭയങ്കര ഒരുക്കത്തിലും മേക്കപ്പ് ഇടയിലൊക്കെ ആണ്. നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കണല്ലോ, മെയിൻ അതാണ്. പക്ഷേ ഒരു ഭാഗത്തുനിന്ന് കണ്ണെഴുതുന്നു, വേറൊരു ഭാഗത്തുനിന്ന് വേറൊരു പേര് കണ്ണെഴുതുന്നു. അങ്ങനെ ഫുൾ കണ്ണെഴുതുന്നു, മേക്കപ്പിന്റെ ഒക്കെ പരിപാടിയിലായിരുന്നു. അങ്ങനെ നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ആരാന്ന് ഞാൻ പറയുന്നില്ല, ആരാന്ന് പറയരുതെന്ന് എന്നോട് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ പറയണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മളിതാ ഇഫ്താറിന് വേണ്ടി മേലോട്ട് റെഡിയായി. മേലെയുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം. അപ്പം ഏകദേശം നമ്മളത് അടിപൊളിയായിട്ടുണ്ട്. ലൈറ്റൊക്കെ സെറ്റ് ചെയ്തപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മള് ജ്യൂസൊന്നും അല്ല, പിസ്ത വെള്ളമാണ് ഉണ്ടാക്കിയത്. സോ നമ്മളെ പരിമിതി വെച്ചിട്ട് അതാണ് നമ്മൾ ഉണ്ടാക്കിയത്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. മാഷാ അല്ലാ, നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ കാണാൻ. സെറ്റ് ചെയ്തതൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഡെക്കർ ചെയ്തു. അങ്ങനെ എല്ലാവരും വന്നു. വാങ്ക് കൊടുത്തിട്ടോ, നമ്മൾ വാങ്ക് കൊടുത്തിട്ടാണ് എല്ലാവരും ഇരുന്നത്. അങ്ങനെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞപ്പോ നമ്മുടെ കുറച്ച് അല്ലറ ചില പരിപാടികൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഫുഡിന്റെ പരിപാടി വേഗം കഴിഞ്ഞു കേട്ടോ. കാരണം ഹോസ്റ്റലിലൊക്കെ വേഗം കയറേണ്ടതുകൊണ്ട് അവിടെയുള്ള എല്ലാവരെയും ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് ടൈമില്ല ഗൈസ്. നമ്മൾ ഇറങ്ങിയപ്പോ തന്നെ 8 മണി കഴിഞ്ഞിട്ടോ. അപ്പൊ മൂടി കിതച്ചു ഹോസ്റ്റലിലെത്തി. ഫോണിൽ ചാർജും ഇല്ല. ഞാൻ ഫോണിൽ ചാർജ് കുത്താനിട്ടു. നമ്മൾ ലേറ്റ് ആയി വന്നതിനോട് സിസ്റ്ററോട് വയക്കൊക്കെ കേട്ടിട്ടോ. അത്യാവശ്യം നല്ലപോലെ വയക്ക് കേട്ടു. പിന്നെ നമ്മൾ പോയതിനു ശേഷം അവിടുത്തെ കലാപരിപാടികൾ ഇതൊക്കെ ആയിരുന്നു. പാത്രം തേച്ച് മോറുന്ന പരിപാടിയായിരുന്നു. കുറെ നേരം അവര് ഇരുന്നിട്ടാണ് തേച്ച് വെളുപ്പിച്ചെന്ന് തോന്നുന്നു. അപ്പൊ അന്നത്തെ ഇഫ്താർ അപ്പം അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.